66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ സമാധാനത്തോടെ ജീവിച്ചിരുന്ന കാലം. ഭൂമിയിലെല്ലാം സാധാരണ പോലെയായിരുന്നു. എന്നാൽ ഭൂമിക്ക് പുറത്ത് കാര്യങ്ങൾ അത്ര നല്ലതായിരുന്നില്ല. ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു കൂറ്റൻ ചിഹ്നഗ്രഹം പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതിന്റെ വലിപ്പം എവറസ്റ്റ് പർവ്വതത്തേക്കാൾ കൂടുതലായിരുന്നു. സെക്കൻഡിൽ 20 കിലോമീറ്റർ വേഗത്തിൽ അത് ഭൂമിയോടടുത്തുകൊണ്ടിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചതോടെ ഘർഷണം കാരണം ചിഹ്നഗ്രഹത്തിന് തീപിടിച്ചു. അത് അതിവേഗത്തിൽ ഭൂമിയിൽ പതിച്ചു. ഇടിയുടെ ആഘാതത്തിൽ എന്തെല്ലാം സംഭവിച്ചെന്ന് നോക്കാം. അതിഭീകരമായ ഇടിയിൽ ഭൂകമ്പങ്ങളും സുനാമികളും ഉണ്ടായി. ടൺ കണക്കിന് മണ്ണും പാറകളും അന്തരീക്ഷത്തിലേക്ക് തെറിച്ചു. ഇതേ പാറക്കഷ്ണങ്ങൾ ഭൂമിയിലേക്ക് തിരികെ പ്രവേശിച്ചപ്പോൾ അത് ഭൂമിയെ ചൂടുപിടിപ്പിച്ചു. അന്തരീക്ഷ താപനില അപകടനിലയിലേക്ക് ഉയർന്നു. കാട്ടുതീ സർവ്വവ്യാപകമായി. ഇത് വലിയ വിഭാഗം സസ്യങ്ങളുടെയും നാശത്തിന് കാരണമായി. അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന പൊടിപടലങ്ങളും സൾഫർ എയറോസോളുകളും സൂര്യപ്രകാശത്തെ വർഷങ്ങളോളം തടഞ്ഞു നിർത്തി. ഇതേ തുടർന്ന് ഭൂമിയിൽ കാലാവസ്ഥാ മാറ്റം സംഭവിച്ചു. പ്രകാശ സംശ്ലേഷണം നടക്കാതായി. ഇത് ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിച്ചു. ഈ സംഭവങ്ങളെ തുടർന്ന് ദിനോസറുകൾ ഉൾപ്പെടെ ഭൂമിയിൽ 75% ജീവികളും നശിച്ചു. ബാക്കി അതിജീവിച്ച ജീവികളുടെ പിൻതലമുറക്കാരാണ് ഇന്ന് ഭൂമിയിലുള്ളത്. അന്ന് രക്ഷപ്പെട്ടതിൽ ചില ദിനോസറുകളും ഉൾപ്പെടുന്നു. അവ ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്. ഏതാണ് ആ ദിനോസറുകൾ? ഇത്ര വലിയൊരു ദുരന്തത്തിൽ നിന്ന് എങ്ങനെയാണ് അവ രക്ഷപ്പെട്ടത്? നമുക്ക് നോക്കാം. അന്ന് രക്ഷപ്പെട്ട ജീവികളിൽ പെടുന്നതാണ് ഇന്നത്തെ പക്ഷികളുടെ പൂർവികർ. ഇവയ്ക്ക് ദിനോസറുകളുമായി അടുത്ത ബന്ധമുണ്ട്. പറഞ്ഞു വരുമ്പോൾ പറക്കുന്ന ദിനോസറുകളാണ് പക്ഷികൾ. മറ്റ് ദിനോസറുകളെല്ലാം ഇല്ലാതായപ്പോൾ പക്ഷികൾ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ പക്ഷികൾ വളരെ വൈവിധ്യപൂർണമായിരുന്നു. എന്നാൽ മഹാദുരന്തത്തിൽ എല്ലാ പക്ഷികളും രക്ഷപ്പെട്ടില്ല. പല്ലുകളുള്ള പക്ഷികളായ എനാന്റിയോണിത്തുകൾ, ഹെസ്പെറോണിത്തുകൾ എന്നിവ പൂർണ്ണമായും വംശനാശം സംഭവിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന പക്ഷികളുടെ പൂർവികരായ നിയോണിത്തുകൾ മാത്രമാണ് ഈ കടമ്പ കടന്നത്. ഭൂമിയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായെന്ന് പറഞ്ഞിരുന്നല്ലോ. അതോടെ ജീവികളുടെ ശരീരവലിപ്പം അതിജീവനത്തിന്റെ ഒരു ഘടകമായി മാറി. അതായത് വലിയ ശരീരമുള്ള ജീവികൾക്ക് കൂടുതൽ ആഹാരം വേണ്ടിവരും. പക്ഷേ അത്രയും ഭക്ഷണം ലഭ്യമായിരുന്നില്ല. അതുകാരണം വലിയ ജീവികൾ ചത്തൊടുങ്ങി. പക്ഷികളുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. അതിജീവിച്ച പക്ഷികളെല്ലാം ഇന്നത്തെ താറാവിന്റെ വലിപ്പമുള്ളവയോ അതിനേക്കാൾ ചെറുതോ ആയിരുന്നു. സസ്യജാലങ്ങൾ നശിച്ചതും പ്രകാശ സംശ്ലേഷണം നിലച്ചതും ഭക്ഷ്യശൃംഖലയെ തകർത്തെങ്കിലും മണ്ണിൽ അവശേഷിച്ചിരുന്ന വിത്തുകൾ പക്ഷികൾക്ക് രക്ഷയായി. ഇലകളും പഴങ്ങളും അഴുകിപ്പോയെങ്കിലും വിത്തുകൾക്ക് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിവുണ്ടായിരുന്നു. കാട്ടുതീക്ക് ശേഷവും മണ്ണിൽ സുരക്ഷിതമായിരുന്ന വിത്തുകൾ പോഷകങ്ങളുടെ കലവറയായിരുന്നു. ഇത് ഭൂമിയിലൊരു പ്രധാന ഭക്ഷണ സ്രോതസ്സായി മാറി. ഇന്നത്തെ പക്ഷികളുടെ പൂർവികർക്ക് പല്ലുകൾക്ക് പകരം കൊക്കുകൾ ഉണ്ടായിരുന്നു. പല്ലുകളുള്ള പക്ഷികൾ, ഉദാഹരണത്തിന് എനാന്റിയോണിത്തുകൾ, പ്രധാനമായും മാംസാഹാരത്തെയോ മറ്റ് ജീവികളെയോ ആശ്രയിക്കുന്നവയായിരുന്നു. എന്നാൽ കൊക്കുകളുള്ള പക്ഷികൾക്ക് കടുപ്പമുള്ള വിത്തുകൾ കൊത്തിപ്പൊട്ടിച്ചു തിന്നാൻ സാധിച്ചു. ഈ ഭക്ഷണരീതി അവരെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചു. അതുകൂടാതെ വിത്തുകൾ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഗിസാർഡ് എന്ന അവയവം ഈ പക്ഷികളിൽ വികസിച്ചിരുന്നു. ഇത് കടുപ്പമേറിയ വിത്തുകളെ പൊടിച്ച് ദഹിപ്പിക്കാൻ സഹായിച്ചു. ഇത് മറ്റ് ദിനോസറുകൾക്ക് കഴിയുമായിരുന്നില്ല. ആഘാതത്തെ തുടർന്നുണ്ടായ ആഗോള താപവർദ്ധനവ് കാരണം വനങ്ങൾ കത്തി നശിച്ചു. മരങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പക്ഷികൾക്ക് ഇതോടെ വാസസ്ഥലം നഷ്ടമായി. ക്രിറ്റേഷ്യസ് കാലത്തെ ഭൂരിഭാഗം പക്ഷികളും, പ്രത്യേകിച്ച് എനാന്റിയോണിത്തുകൾ, മരങ്ങളിൽ വസിക്കുന്നവയായിരുന്നു. വനങ്ങൾ ഇല്ലാതായതോടെ ഇവയ്ക്കും വംശനാശം സംഭവിച്ചു. എന്നാൽ ആധുനിക പക്ഷികളുടെ പൂർവികർ പ്രധാനമായും നിലത്ത് ഇരതേടുന്നവരും നിലത്ത് കൂടുകൂട്ടുന്നവരുമായിരുന്നു. ഉദാഹരണത്തിന് ഇന്നത്തെ കാടകളെപ്പോലെ. മരങ്ങൾ നശിച്ചത് ഇവരെ നേരിട്ട് ബാധിച്ചില്ല. വംശനാശത്തിന് ശേഷം ഭൂമിയിൽ ആദ്യം വളർന്നു വന്നത് ഫേൺ ചെടികളായിരുന്നു. ഇത്തരം കുറ്റിച്ചെടികൾ നിറഞ്ഞ സാഹചര്യത്തിൽ ജീവിക്കാൻ നിലത്ത് വസിക്കുന്ന പക്ഷികൾക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഇത് അവയുടെ അതിജീവനത്തിന് സഹായിച്ച ഒരു ഘടകമായി മാറി. മറ്റ് ദിനോസറുകളെല്ലാം ഇല്ലാതായപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമായി വന്നതോടെ പറക്കുന്ന ചില ദിനോസറുകൾ അതിജീവിച്ചു. അവ പിന്നീട് വിവിധ പക്ഷിവർഗങ്ങളായി പരിണമിച്ചു. എന്നാൽ പക്ഷികൾ മാത്രമല്ല അന്ന് രക്ഷപ്പെട്ടത്. പക്ഷികളെപ്പോലെ തന്നെ സസ്തനികളും ഉഭയജീവികളും ചില ഉരഗങ്ങളും ഈ മഹാവിപത്തിനെ അതിജീവിച്ചു. ഇവയുടെ അതിജീവന തന്ത്രങ്ങൾ പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അന്നത്തെ കുഞ്ഞൻ സസ്തനികളുടെ അതിജീവനമാണ് ഇന്ന് മനുഷ്യനുൾപ്പെടുന്ന വലിയ സസ്തനികളുടെ അതിജീവനത്തിന് കാരണമായത്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം.